ഇവിടെ ലിസ്റ്റ് ചേട്ടൻ പറഞ്ഞു, വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വരേണ്ടതൊരു കടമയായിട്ടും ഇവിടെ വന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നാഴികക്കല്ലും ഉണ്ടാക്കിയ ആളുകളാണ്. ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരൊറ്റ സീനിൽ എന്നെ വിളിച്ച് ദിലീപേട്ടനെ ഞാനിവിടെ ഒരു പാലത്തിൽ വെച്ചൊരു സീനുണ്ട്. ആ സീനിലാണ് ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നെ ലിസ്റ്റ് ചേട്ടനാണെങ്കിൽ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് എടുത്ത ആളാണ്. ജോണി ചേട്ടൻ ഞങ്ങൾ തിരുമാലിയിൽ എവറസ്റ്റ് വരെ കയറിയ ആൾക്കാരാണ് രണ്ടുപേരും. ആൽവിൻ ചേട്ടനുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും അവനും പണ്ട് തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ്, ബാല്യകാല സുഹൃത്താണ്, ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ്. ഞാൻ സിനിമ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അരുഞ്ഞേട്ടൻ കേട്ടോ, ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ, അവരന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആ പടത്തിൻ്റെ, കേരള ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കപിൽ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആ സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു വേഷം വിളിച്ചു തന്ന ആളാണ് ബിൻഡു. ആ സിനിമ വലുതും ചെറുതൊക്കെ ആയിരിക്കാം, പക്ഷേ ഇന്നും ആ ഒരു വേഷം തന്നതിൻ്റെ നന്ദി ഞാൻ അവരോട് അറിയിക്കാറുണ്ട്. ഈ സിനിമ തുടക്കം മുതൽ ദിലീപേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് മുതൽ ഇന്നലെ സെൻസർ ചെയ്യുന്ന കാര്യം വരെ വിളിച്ചു പറയുന്ന ബിൻഡോയ്ക്കാണ്. എടാ, നിന്റെ നല്ല മനസ്സിന് ഈ പറയുന്ന, ഞാൻ ഹൃദയം കൊണ്ട് പറയാണ്, നിന്റെ നല്ല മനസ്സിന് നല്ലതേ നിനക്ക് വരുള്ളൂ. പിന്നെ എൻ്റെ എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഈ സിനിമ ഗംഭീരമാവും, ഒരു സംശയവും വേണ്ട, നല്ലതേ വരൂ. താങ്ക് യു.